കാറ് കണ്ടോ? ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള. ഇന്ന് വന്ന് നോക്കിയപ്പോഴോ ഇവിടെ പെരും മഴ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചൽ വരെ പോവാണ് അല്ലേ? അപ്പം എന്നെ കോഴിക്കോട് കൊണ്ടുപോയി വിടാന്നാ പറഞ്ഞേക്കണേ. കോഴിക്കോടിന് പോവാല്ലേ? പോവല്ലേ? നമ്മുടെ മനസ്സിൽ വേണം. മഴയാണ്. അപ്പം നമ്മൾ സാധാ ലെവലിൽ പോകുമ്പോൾ ചവിട്ടണ പോലെ ചവിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി എന്തായിക്കൊള്ളണമെന്നില്ല, നിന്നോളണമെന്നില്ല. അപ്പം നമ്മുടെ കണ്ണ് ഇച്ചിരിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വേഗം വേഗം എല്ലാ ഭാഗത്തും എത്തണം. ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കണം, റൈറ്റ് സൈഡിലോട്ട് നോക്കണം, സെൻറ്റർ നോക്കണം, സെൻറ്റർ മിറർ നോക്കണം, മൊത്തം നോക്കണം, റോഡിൻ്റെ അവസ്ഥ നോക്കണം. എന്നിട്ട് അത് കണക്കാക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ. ഇപ്പം നമ്മളൊരു എത്ര മണിക്കൂറായി? 9 മണിക്കല്ലേ തുടങ്ങിയേ? ഇപ്പോൾ ടൈം എത്രയായി? ഏകദേശം 2 മണിയാവാനായി. ഇന്നത്തെ വണ്ടി നമ്മുടെ ഓട്ടോമാറ്റിക് ആട്ടോ വണ്ടി. കാറ് കണ്ടില്ലായിരുന്നോ? ഓക്കെ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 40-50 ആ റേഞ്ചിൽ ഇപ്പോൾ പോയാൽ മതി. നമ്മളിപ്പോൾ തുടക്കക്കാരായതുകൊണ്ട്. നേരെ മറിച്ച് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് തന്നെ നോക്കുക. അവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ. റൈറ്റ് സൈഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, നോക്കണ്ടെന്നല്ല, എന്നാലും നമ്മുടെ നോട്ടം മെയിനായിട്ട് വേണ്ടത് ലെഫ്റ്റ് സൈഡാണ്. കാരണം അവിടുന്ന് വരുന്ന വണ്ടിക്കാരും അവർക്കത് മാറ്റിയെടുത്ത് പോകാനുള്ള കഴിവുണ്ട്. നമ്മൾ പിന്നെ ലെഫ്റ്റ് ചേർന്ന് പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ട് എന്ത് ചെയ്യണ്ട, വലിയൊരു പ്രശ്നം വരില്ല. വേണ്ടോ? മാറ്റം ഉണ്ടോ? നമ്മൾ സാധാരണ നിങ്ങൾ അങ്ങനെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നേ? അല്ല. ഇപ്പം ഞാൻ ആ പറഞ്ഞ ലെവലിൽ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോടാട്ടോ. പക്ഷേ നിങ്ങൾ എവിടെയാണെങ്കിലും നമ്മളവിടെ വന്ന് നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ അവിടുത്തെ വണ്ടിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി തരും. അതേപോലെ കോഴിക്കോട് ലൊക്കേഷനിലുള്ളവർ വണ്ടി ഇല്ലാത്തവരും ഇനി ഫസ്റ്റ് ടൈം തൊട്ട് പഠിക്കേണ്ടവരാണെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് പഠിപ്പിച്ച് ക്ലിയർ ആക്കി ലൈസൻസ് എടുത്ത് കൊടുത്ത് വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് എടുക്കാനുള്ള ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. നമ്മുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ.